മലപ്പുറം വണ്ടൂർ പോരൂരിൽ പണമിടപാടിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ മർദ്ദനമേറ്റ യുവാവ് മരിച്ച കേസിൽ പ്രതികളെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ 24-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. പോരൂർ ചാത്തങ്ങോട്ടുപുറം വേലാപറമ്പൻ ശിവപ്രസാദൻ മകൻ വിഷ്ണുവാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. പിടിയിലായ ചാരങ്കാവ് കോളനിയിലെ മേലേക്കളത്തിൽ രൂപേഷ്, വിഷ്ണു, പന്നിക്കോട് ഷൈജു, അക്രമേൽ രാജേഷ്, മടത്തൊടി സുധീഷ് എന്ന മണി, പാലാതൊടി ദേവദാസൻ എന്നിവരെയാണ് പെരിന്തൽമണ്ണ കോടതി റിമാൻഡ് ചെയ്തത്. വിഷ്ണുവിന്റെ സഹോദരൻ ജിഷ്ണു വർക്ക്ഷോപ്പ് ജീവനക്കാരനാണ്. അവിടെ ജോലി ചെയ്യുകയായിരുന്ന പ്രതി രൂപേഷ് ബൈക്കിന്റെ കാർബറേറ്റർ ജിഷ്ണുവിന് നൽകിയിരുന്നു. ഇതിന്റെ പണം രൂപേഷ് വിഷ്ണുവിന്റെ വീട്ടിലെത്തി അമ്മയിൽ നിന്ന് വാങ്ങി. എന്നാൽ താൻ നേരത്തെ 1000 രൂപ നൽകിയിരുന്നുവെന്ന് ജിഷ്ണു വീട്ടുകാരെ അറിയിച്ചു. പിറ്റേന്ന് വിഷ്ണുവിന്റെ വീടിന് സമീപത്തുകൂടെ രൂപേഷ് പോയപ്പോൾ അച്ഛൻ ശിവപ്രസാദും സഹോദരൻ വിഷ്ണുവും പണം വാങ്ങിയതിനെക്കുറിച്ച് ചോദിച്ചു. വാക്കുതർക്കമുണ്ടായതിനെ തുടർന്ന് രൂപേഷ് കൂട്ടുകാരെ വിളിച്ചു വരുത്തി. തുടർന്നുണ്ടായ അടിപിടിക്കിടെയാണ് വിഷ്ണുവിന് ഗുരുതരമായി പരിക്കേറ്റത്. ന്യൂസ് 18 ആലക്കോട്. മൂവാറ്റുപുഴ ആയവന പഞ്ചായത്തിൽ 15 വർഷമായി തരിശായി കിടന്ന പാടശേഖരത്തിൽ വിതയുത്സവം നടത്തി. ഡീൻ കുര്യാക്കോസ് MP പാടത്ത് വിത്തെറിഞ്ഞു. മൂവാറ്റുപുഴയിലെ നടാഞ്ചേരിത്താഴം പാടശേഖരത്തിലെ 16 ഏക്കർ പാടത്താണ് കൃഷി. ഭാഗ്യശ്രീ നെൽകൃഷി സംഘമാണ് കൃഷി ഇറക്കിയത്. 110 ദിവസം മൂപ്പുള്ള ഉമാ നെൽവിത്താണ് വിതച്ചത്. ഉഴുതുമറിക്കാൻ വാഹനമിറക്കാനാകാത്ത പാടത്ത് ഭാഗ്യശ്രീ നെൽകൃഷി സംഘത്തിന്റെ സഹായത്തോടെ കിളച്ചു ചവിട്ടിയാണ് നിലം പാകപ്പെടുത്തിയത്. പാടങ്ങളാണ് ഒരു നാടിന്റെ ഐശ്വര്യം. ആ ഒരു ഐശ്വര്യ സമൃദ്ധിയിൽ നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുപോയ കൃഷി ഇവിടെ പുനരാരംഭിക്കുകയാണ്. ആയവന കൃഷിഭവനും ആവശ്യമായ സഹായം നൽകി. ഭാഗ്യശ്രീ നെൽകൃഷി ഗ്രൂപ്പിൻ്റെ കൂടെ ഗ്രൂപ്പ് ഏറ്റെടുത്ത് ഇത് ചെയ്യാനായിട്ട് നമ്മൾ വന്നു. അപ്പോൾ ഓരോ പാടങ്ങൾ വന്നപ്പോഴത്തേക്കും അടുത്തുള്ള പലരും ഇങ്ങനെ പാടങ്ങളെ ഏൽപ്പിച്ച് ഏകദേശം ഇപ്പോൾ 18 ഏക്കറോളമായി. പഞ്ചായത്തിലെ മുഴുവൻ തരിശായ ഭൂമിയും ഏറ്റെടുത്ത് കൃഷി ഇറക്കാനാണ് പദ്ധതി. ഒരു രീതിയിലും കൃഷി ചെയ്യാൻ കഴിയാതെ ഈ സ്ഥലം ഇത്ര മനോഹരമായിട്ട് കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യത്തിൽ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. 15 വർഷമായി തരിശായി കിടന്ന പാടശേഖരത്തിൽ മികച്ച വിളവ് നേടിയെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ന്യൂസ് 18 മൂവാറ്റുപുഴ. തിരുവനന്തപുരം ആക്കുളം ഉള്ളൂർ റോഡ് ഡ്രെയിനേജ് നിർമ്മാണത്തിനായി വെട്ടിപ്പൊളിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. ജോലികൾ തീർത്തെങ്കിലും റോഡ് ടാർ ചെയ്യാത്തതിനാൽ ദുഷ്കരമാണ് ഇതുവഴിയുള്ള യാത്ര. ഡിസംബർ പകുതിയോടെ റോഡ് പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് പറയുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിനെ അടക്കം കണക്ട് ചെയ്യുന്ന പ്രധാന റോഡാണ് ആക്കുളം ഉള്ളൂർ റോഡ്. എന്തായാലും ആ റോഡിൽ ഇപ്പോൾ നമുക്കൊന്ന് പ്രവേശിക്കാം. എങ്ങനെയാണ് റോഡിന്റെ അവസ്ഥയെന്ന് പരിശോധിക്കാം. കുഴികളുടെ കുറിച്ച് ഒരു വാക്ക് പറയൂ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. വർഷാപ്പ് കർമ്മലിക്ക് ഭയങ്കര ഉപയോഗപ്പെട്ടുന്നുണ്ട്. എത്ര കാലം ഇവിടെ ഇതിപ്പോ ഏകദേശം ഒരു 2 വർഷം അടുപ്പിച്ചോ. ചുമ്മാ കുഴിച്ചോണ്ടിരിക്കുകയല്ലേ, ഇനിയും കുഴിച്ചോണ്ടിരിക്കുകയല്ലേ. വണ്ടികൾക്ക് പണി ചെയ്യാനേ സമയമുള്ളൂ. അതായത് വർഷാപ്പ് കർമ്മലിക്ക് ഉപയോഗമുണ്ട്. ഈ റോഡിൽ ഞാൻ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് പറഞ്ഞില്ല. നേരത്തെ നല്ല റോഡായിരുന്നു. ഇപ്പോൾ ഇത് റോഡ് ഇപ്പം വന്നപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. റോഡിന്റെ അവസ്ഥ ഇതുപോലെ തന്നെ കുറെ നാളുകൊണ്ട് ഇങ്ങനെ തന്നെ കിടക്കുന്നത്. ഇത് ഇത്ര നാളെന്ന് 1 വർഷമെങ്കിലും ആയി കാണും. ഇങ്ങനെ തന്നെ ഇപ്പം അവിടെ അങ്ങോട്ട് കുഴിക്കാൻ പോകുന്നു. മഴ സമയമാകുമ്പോൾ വളരെ മോശമാണ്. ഇത് ഒരു വലിയൊരു ഹൈവേ കണക്കുള്ള റോഡാണ്. ഈ റോഡിൽ കൂടിയൊക്കെ പോകുന്ന അവസ്ഥ ഒന്ന് ആലോചിക്കണം. നമ്മൾ ബൈക്കിൽ പോകുമ്പോഴായിരുന്നാലും കാറിൽ പോകുന്നതിനും കാറൊക്കെ എൻ്റെ കാർ 2 ദിവസം അവിടെ തട്ടിയതാണ് തറയിൽ. ഈ ഇതൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പൈസയല്ലേ പോണത്. അടുത്ത് പറയാം. ബുദ്ധിമുട്ടാണ്. ഉള്ളൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാനാണ്. ഇതൊരു നല്ലൊരു ടാറിങ് ചെയ്ത റോഡായിരുന്നു. ബുദ്ധിമുട്ടാണ്, ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കുഴികൾ ഒന്നും അവർ പണി ചെയ്തിട്ട് അത് നിവർത്തി എന്തെങ്കിലും ചെയ്താൽ അതും ചെയ്യുന്നില്ല. ഇതാണ് ഉള്ളൂർ ആക്കുളം റോഡിന്റെ അവസ്ഥ.
കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ MLAമാർ ഒന്നടങ്കം തിരുവനന്തപുരത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴും തുടരുന്ന പ്രതികൂല കാലാവസ്ഥയാണ് സമയബന്ധിതമായി റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ തടസ്സമായി പൊതുമരാമത്ത് വകുപ്പ് പറയുന്നത്. ക്യാമറാമാൻ രഞ്ജിത്തിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറത്ത് ഒരു ഗ്രാമത്തിന്റെ പുറം ലോകത്തേക്കുള്ള വഴി അടയ്ക്കുകയാണ് ട്രെയിനുകൾ. കുറ്റിപ്പുറം ചെമ്പിക്കലിലാണ് നിരന്തരമായി ട്രെയിനുകൾ കടന്നുപോകുന്നത് കാരണം റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നതിനാൽ നാട്ടുകാർക്ക് മറ്റിടങ്ങളിലേക്ക് പോകാൻ കഴിയാതാകുന്നത്. കുറ്റിപ്പുറം, തിരൂർ, എടപ്പാൾ, വളാഞ്ചേരി, ചെമ്പിക്കൽ ഗ്രാമത്തിന് തൊട്ടടുത്ത് പട്ടണങ്ങൾ ഏറെയുണ്ട്. പക്ഷേ നാട്ടുകാർക്ക് ഈ പട്ടണങ്ങളിൽ എത്തണമെങ്കിൽ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. വഴിമുടക്കിയായി ഒരു റെയിൽവേ ഗേറ്റുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾ നീങ്ങിയതോടെ ട്രെയിൻ സർവീസുകൾ പഴയ പോലെ ആയതിനാൽ ഈ റെയിൽവേ ഗേറ്റ് എപ്പോഴും അടഞ്ഞുകിടക്കുന്ന സ്ഥിതിയാണ്. ഈ ഗേറ്റ് കടക്കാതെ എവിടേക്കും പോകാനും കഴിയില്ല. ആശുപത്രികളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും നിരവധി പേരാണ് ദിവസവും ഈ വഴി കടന്നു പോകേണ്ടത്. മറ്റൊരു വഴിയുള്ളതാകട്ടെ 8 കിലോമീറ്റർ ദൂരം അധികം സഞ്ചരിക്കേണ്ടതാണ്. ഓരോ അരമണിക്കൂറും കൂടുമ്പോഴും ട്രെയിൻ ഗതാഗതം പോകുന്നത് കൊണ്ട് റെയിൽവേ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നത് കാരണം ഇതിലേക്ക് പോകുന്ന യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇതിന് പരിഹാരം എന്നത് ചെമ്പിക്കലിൽ ഒരു മേൽപ്പാലം വേണം എന്നതാണ് ജനങ്ങളുടെയും അതേപോലത്തെ ബന്ധപ്പെട്ട ജനപ്രതിനിധികളും എല്ലാം ആവശ്യം. മേൽപ്പാലം നിർമ്മിക്കുക എന്നത് മാത്രമാണ് ചെമ്പിക്കലുകാരുടെ പ്രശ്നപരിഹാരത്തിനുള്ള ഏക മാർഗം. ഇതിനായി അധികാരികൾ വേണ്ട നടപടികൾ എടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 കുറ്റിപ്പുറം. വെള്ളക്കെട്ടും വലിയ കുഴികൾ രൂപപ്പെടുന്നത് മൂലം യാത്രാ ദുരിതം നേരിടുകയാണ് കോഴിക്കോട് ഓമശ്ശേരി മുതൽ എരഞ്ഞിമാവ് വരെയുള്ള പ്രദേശം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ യാത്രാക്ലേശത്തിൽ വലയുകയാണ് നാട്ടുകാർ. ഓമശ്ശേരി മുതൽ എരഞ്ഞിമാവ് വരെയുള്ള ഭാഗത്താണ് വലിയ കുഴികൾ രൂപപ്പെട്ടത്. മഴ ആയതോടെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ റോഡിലെ അവസ്ഥ പരിതാപകരമാണ്. മുക്കംകടവ് പാലത്തിന് സമീപവും നോർത്ത് കാരശ്ശേരിയിലുമാണ് വലിയ കുഴികളുള്ളത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് കാൽനട യാത്രയ്ക്ക് പോലും പ്രയാസമാണ്. കടകളിലും വെള്ളം കയറുന്നുണ്ട്. ഈ റോഡ് കിളച്ച് കീറിയിട്ടിട്ട് ഒരു വർഷത്തോളമായി. എല്ലാ സമയത്തും ഇവിടെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പലപ്പോഴും വഴിക്കുന്നൊക്കെ വീഴുന്ന അവസ്ഥയാണുള്ളത്. നമ്മുടെ കടലിൻ്റെ മുന്നിലാണിത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. ഒരു മഴ പെയ്താൽ ഇങ്ങോട്ട് മേലെ ഭാഗം മുഴുവനും മലയാണ്. അവിടെ നിന്നുള്ള മുഴുവൻ വെള്ളവും ഇങ്ങോട്ടാണ് ഒലിച്ചു വരുന്നത്. ഇവിടെയൊക്കെ വെള്ളം മൂടി കിടക്കുന്ന ഒരു നല്ല മഴ പെയ്താൽ കട തുറക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ആംബുലൻസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സംസ്ഥാന പാതയിൽ നവീകരണ പ്രവർത്തികൾക്ക് മുന്നോടിയായി താൽക്കാലികമായി കുഴികൾ അടച്ച് യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 മുക്കം. കുറ്റ്യാടി വയനാട് റോഡിൽ കാവിലുംപാറയിലെ കുഴികളും അപകടത്തിന് കാരണമാകുന്നു. കുഴിയടയ്ക്കാൻ നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്നാണ് പരാതി. കുറ്റ്യാടി വയനാട് സംസ്ഥാന പാതയിൽ തൊട്ടിൽ പാലത്ത് കാവിലുംപാറ പഞ്ചായത്ത് ഓഫീസിനും KSRTC ബസ് ഡിപ്പോയ്ക്കും മുന്നിലായുള്ള കുഴിയാണിത്. നിരവധി വാഹനങ്ങളാണ് കുഴിയിൽ ചാടി അപകടത്തിൽപ്പെട്ടത്. കുറ്റ്യാടി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കുഴിയിൽ ചാടാതിരിക്കാൻ റോഡിന്റെ വലതുഭാഗം ചേർന്ന് കടന്നുവരുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. കഴിഞ്ഞ ആഴ്ചയിലടക്കം നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. അപകടങ്ങൾക്ക് കാരണമാകുന്ന നിരവധി കുഴികൾ ഉണ്ടെങ്കിലും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കുഴികൾ അടയ്ക്കാൻ നടപടികൾ ഒന്നും ഉണ്ടായില്ലെന്നാണ് പരാതി. ആ സംസ്ഥാന പാതയിൽ KSRTC ബസ് ഇറങ്ങുന്ന സ്ഥലമാണ്. കാവിലുംപാറ പഞ്ചായത്തിൻ്റെ ഗേറ്റിൻ്റെ തൊട്ട മുന്നിലാണ് ആ വലിയ കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. അതിന് ആ കുഴി നിർത്താനോ അതിന് വേണ്ടിയിട്ടുള്ള നടപടികളോ ഇവിടുത്തെ അധികൃതരാരും PWD വാഹനങ്ങളിൽ ഒരുപാട് പോകുന്നതാണ്. അപ്പോൾ ആരും അതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ടില്ല. 2 വീലർ ആയിക്കോട്ടെ ഓട്ടോറിക്ഷ ആയിക്കോട്ടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ റോങ് സൈഡിൽ കൂടി വരുമ്പോൾ മുന്നിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് വണ്ടി വരുന്ന സമയത്ത് കൊണ്ടിത്തുള്ളിയിട്ട് അപകടങ്ങൾ ഉണ്ടായിരുന്നു. അടിയന്തരമായി കുഴിയടയ്ക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് 18 വടകര. ഇടുക്കിയിൽ ദേശീയപാതയുടെ ഭൂമി കയ്യേറി ഏലം കൃഷി. കൊച്ചി ധനുഷ്കോടി പാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന പൂപ്പാറ ബോഡിമെട്ട് ഭാഗങ്ങളിലാണ് റോഡിനോട് ചേർന്ന് ഏലച്ചെടികൾ നട്ടിരിക്കുന്നത്. കാർഷിക ജോലികൾക്കായി മണ്ണിളക്കുന്നത് പ്രദേശത്തെ മൺതിട്ടകൾ ഇടിയുന്നതിനും കാരണമാകുന്നുണ്ട്. ദേശീയപാതയോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഓടയ്ക്ക് സമീപത്തായാണ് സ്വകാര്യ വ്യക്തികൾ ഏലച്ചെടികൾ നട്ടിരിക്കുന്നത്. 10 കിലോമീറ്ററോളം ദൂരം വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ഏലകൃഷി ഇറക്കിയിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ വികസനത്തിനായി പ്രദേശത്ത് നിന്നും വൻതോതിൽ മണ്ണ് നീക്കിയ ശേഷമാണ് കൃഷി ഇറക്കിയത്.
നിലവിൽ പല മേഖലകളിലും റോഡിനോട് ചേർന്ന് വലിയ മൺതിട്ടകളുണ്ട്. കാർഷിക ജോലികൾക്കായി മണ്ണിളക്കിയാൽ ഈ ഭാഗങ്ങൾ ഇടിയുന്നതിന് കാരണമാകും. വെള്ളം പോകുന്നതിന് വേണ്ടി ഓടം നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ ഓടയോട് ചേർന്ന് തന്നെ NH സ്ഥലത്ത് വ്യാപകമായ രീതിയിൽ ഏലം കൃഷി ചെയ്തിട്ടുണ്ട്. ഇതെന്തായാലും ഏലം കൃഷി വരുമ്പോൾ ഈ ഓടയിൽ കൂടി മണ്ണ് പോവുകയും ചെയ്യും, വെള്ളം ഒഴുകി പോകാതിരിക്കുന്ന അവസ്ഥയാകും. ഇത് ഉദ്യോഗസ്ഥരുടെ അറിവാണോ എന്നൊരു സംശയമുണ്ട്. റോഡിനോട് ചേർന്ന മണ്ണിടിച്ചിൽ സാധ്യത തടയുന്നതിനായി ആവശ്യമെങ്കിൽ കൽക്കെട്ടുകൾ നിർമ്മിക്കേണ്ട ഭാഗങ്ങളിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് മണ്ണിടിയുകയും പാറക്കല്ലുകൾ റോഡിലേക്ക് പതിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 ഇടുക്കി. കാട്ടാക്കട PR വില്യംസ് സ്കൂളിൽ മോഷണം. 5 ലാപ്ടോപ്പ്, 2 വെബ് ക്യാമറ, 8 മൗസ് ചാർജറുകൾ എന്നിവ ഉൾപ്പെടെ 1.5 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ മോഷണം പോയി. മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. 6 മാസങ്ങൾക്ക് മുൻപും സമാന രീതിയിൽ മോഷണമുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് CCTV സ്ഥാപിച്ചത്. ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലും വിരലടയാള വിദഗ്ധരുടെ നേതൃത്വത്തിലും പരിശോധന നടത്തി. ഇടവേള. വാർത്തകളിലേക്ക്. കാസർഗോഡ് നീലേശ്വരം അഴിത്തല പുളിമൂട്ടിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം. കടലിൽ പോകുന്നവർക്ക് പ്രതികൂല കാലാവസ്ഥയിൽ തീരവും ദിശയും മനസ്സിലാക്കാൻ നിലവിൽ ബുദ്ധിമുട്ടുണ്ട്. അഴിത്തല അഴിമുഖം വഴിയാണ് മടക്കര ഹാർബറിലേക്കും തൈക്കടപ്പുറം ഫിഷ് ലാൻഡിംഗ് സെന്ററിലേക്കും ബോട്ടുകളും വള്ളങ്ങളും കയറുന്നത്. ഇവിടങ്ങളിൽ മാത്രമായി 1000-ലധികം വള്ളങ്ങളും 250ഓളം ചെറുതും വലുതുമായ ബോട്ടുകളും കടലിൽ പോയി വരുന്നുണ്ട്. രാത്രിയിൽ കടലിൽ പോയി തിരിച്ചു വരുന്നവർക്ക് അഴിമുഖം കാണാൻ സാധിക്കുന്നില്ലെന്നതാണ് കടുത്ത ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. വർഷങ്ങളായി ഒട്ടേറെ അപകടങ്ങളും അഴിത്തല ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്. തൈക്കടപ്പുറം അഴിത്തലയിൽ പുലിമുട്ടിൽ സിഗ്നൽ ലൈറ്റ് വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച് ഒരുപാട് കാലമായി. മത്സ്യത്തൊഴിലാളികൾക്ക് തൈക്കടപ്പുറം ഹാർബറിലേക്കും മടക്കര ഹാർബറിലേക്കും കയറാനുള്ള ഒരു മാർഗമാണ് തൈക്കടപ്പുറം പുലിമുട്ട്. ഈ പുലിമുട്ടിൽ ഒരു ലൈറ്റ് സ്ഥാപിക്കുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള പഴയ സിഗ്നൽ ലൈറ്റ് മാറ്റി സ്ഥാപിക്കുക എന്നുള്ള ആവശ്യം മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ തൈക്കടപ്പുറം പുലിമുട്ടിൽ തോണികൾക്കും ബോട്ടുകൾക്കും സുഖമായി കയറാൻ കാണുന്ന തരത്തിലുള്ള ഒരു സിഗ്നൽ ലൈറ്റ് സംവിധാനം എത്രയും പെട്ടെന്ന് ഒരുക്കണം എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. പെട്ടെന്നുള്ള കാറ്റും മഴയും കടലേറ്റവും കാരണം കരയിലേക്ക് മടങ്ങേണ്ടി വരുന്ന ബോട്ടുകൾ നേരമിരുട്ടിയാൽ അഴിമുഖം മനസ്സിലാക്കാനാകാതെ കടലിൽ തുടരേണ്ട സ്ഥിതിയുമുണ്ട്. ഇക്കാര്യം പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരമുണ്ടായിട്ടില്ല. അഴിത്തല മാവിലാടം പുലിമുട്ടിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചാൽ പ്രതികൂല കാലാവസ്ഥയിലും അഴിമുഖം മനസ്സിലാക്കാനും എത്രയും വേഗം മത്സ്യത്തൊഴിലാളികൾക്ക് കരയിലെത്താനും സാധിക്കും. ഇതിനായി അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 നീലേശ്വരം. MA പരീക്ഷയിൽ 2ാം റാങ്കും MPhilലും നേടിയിട്ടും തുടർ പഠനത്തിന് വഴിയില്ലാത്തതിനാൽ ചായക്കട നടത്തുകയാണ് സരിക എന്ന യുവതി. തിരുവനന്തപുരം വക്കം സ്വദേശിനിയാണ് സരിക. കഷ്ടപ്പാടുകൾക്കിടയിലും ജീവിതത്തിൽ വിജയം നേടാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് സരിക. സാമ്പത്തിക ബാധ്യതകൾക്കിടയിലും കുടുംബത്തിന് താങ്ങും തണലുമായി നിന്ന പിതാവിന്റെ അപ്രതീക്ഷിത വിയോഗമാണ് പ്രതീക്ഷകൾ താളം തെറ്റിച്ചത്. എന്നാൽ തോറ്റുകൊടുക്കാൻ സരിക തയ്യാറല്ലായിരുന്നു. റൂറൽ ഹെൽത്ത് സെന്ററിന്റെ മുന്നിൽ അച്ഛൻ സുരേഷ് നടത്തിയിരുന്ന തട്ടുകട അമ്മയും സരികയും ഏറ്റെടുത്തു. ഇതിലൂടെ പഠിക്കാൻ വക കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. ചായയ്ക്ക് പുറമെ ചെറു പലഹാരങ്ങൾ മാത്രം വിൽക്കുന്ന കടയായതിനാൽ പല ദിവസങ്ങളിലും വരുമാനം തീരെ കുറവായിരിക്കും. സ്കൂൾ കാലം മുതൽ പഠനത്തിൽ മിടുക്കിയായിരുന്നു സരിക. വർക്കല SN കോളേജിൽ നിന്ന് മലയാളത്തിൽ ബിരുദം നേടിയ ശേഷം ബിരുദാനന്തര ബിരുദ പഠനത്തിന് സംസ്കൃതം തിരഞ്ഞെടുത്തു. MA പരീക്ഷയിൽ 2ാം റാങ്ക് നേടിയ സരികയ്ക്ക് എല്ലാ പിന്തുണയുമായി അച്ഛൻ സുരേഷും അമ്മ ഗംഗയും ഉണ്ടായിരുന്നു. MAക്ക് 2nd റാങ്ക് ഉണ്ടായിരുന്നു. MA ചെയ്തത് യൂണിവേഴ്സിറ്റി കോളേജിലാണ്. ഇപ്പോൾ MPhil കഴിഞ്ഞ് PhDക്ക് അപ്ലൈ ചെയ്ത് നിൽക്കുവാണ്. സിവിൽ സർവീസാണ് ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. ഈ ഒരു വരുമാനത്തിലാണ് ഞങ്ങളുടെ എല്ലാ ചെലവും മുന്നോട്ട് പോകുന്നത്. ചേച്ചിയുടെ വിവാഹവും എല്ലാത്തിൻ്റെയും സ്രോതസ് ഈ കടയാണ്. സുരേഷ് മരിച്ചതോടെ കുടുംബത്തിന്റെ നിത്യവൃത്തി പോലും ബുദ്ധിമുട്ടിലായി. ഇതോടെ ഉച്ചവരെ അമ്മയെ കടയിൽ സഹായിച്ച ശേഷം വീട്ടിലെത്തുന്ന സരിക പഠനത്തിന്റെ തിരക്കിലേക്ക് ഇറങ്ങും. വൈഷ്ണവകാലത്തെ കഥാപാത്രങ്ങളെയാണ് ഗവേഷണത്തിനായി സരിക തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ സിവിൽ സർവീസിന് തയ്യാറെടുക്കാനാണ് ഒരുക്കം. കോവിഡ് കാലമായതിനാൽ തട്ടുകടയിൽ നിന്ന് വരുമാനം കുറഞ്ഞതാണ് സരികയുടെ വിഷമം. കഷ്ടപ്പാടുകൾക്കിടയിലും തന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സരിക. ന്യൂസ് 18 വക്കം. പത്തനംതിട്ടയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ സുഹൃത്ത് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. പശ്ചിമബംഗാൾ മാൾഡ സ്വദേശി സുബോധ് റായിയാണ് കൊല്ലപ്പെട്ടത്. പ്രതി മാൾഡ സ്വദേശി സുഫൻ
ഹൽദാറിനെ പോലീസ് സംഭവം സ്ഥലത്ത് വെച്ച് കസ്റ്റഡിയിലെടുത്തു. അടിപിടി കേസിൽ പ്രതിയാക്കപ്പെട്ടത് ചോദ്യം ചെയ്തുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ശബരിമലയിൽ തീർത്ഥാടന കാലം. തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചത് ശബരിമലയിൽ കച്ചവടക്കാർക്ക് പ്രതീക്ഷയാകുന്നു. 7 തവണ ലേലം നടത്തിയിട്ടും 50% കടകൾ മാത്രമാണ് ഇതുവരെ ലേലത്തിൽ പോയത്. നഷ്ടമുണ്ടാകുമെന്ന ആശങ്കയാണ് കടകൾ ലേലത്തിലെടുക്കുന്നതിൽ നിന്ന് വ്യാപാരികളെ പിന്തിരിപ്പിച്ചത്. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലായി 213 വ്യാപാര സ്ഥാപനങ്ങളാണ് ദേവസ്വം ബോർഡ് ലേലത്തിൽ വെക്കുന്നത്. ഈ സീസണിൽ ഇതുവരെ ലേലം കൊണ്ടത് 100 കടകൾ മാത്രം. ലേലനിരക്കിൽ 50% ഇളവ് നൽകിയിട്ടാണ് ഇത്രയെങ്കിലും കടകൾ ഏറ്റെടുക്കാൻ വ്യാപാരികൾ തയ്യാറായത്. അതേസമയം ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചത് വ്യാപാരികൾക്ക് പ്രതീക്ഷ നൽകുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പക്ഷേ ആദ്യ സമയത്തേക്ക് തിരക്ക് വളരെ കുറവായിരുന്നു. മറ്റുള്ള ഭക്തർക്കൊക്കെ നല്ല രീതിയിൽ നിന്ന് തൊഴാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല തിരക്കുണ്ട്. അത്യാവശ്യം നല്ല തിരക്ക്. ഇന്നലെയും ഇന്നും മെനഞ്ഞാന്നുമായിട്ടൊക്കെ നല്ല തിരക്കുണ്ട്. ഈ പറഞ്ഞ ഈ കാലാവസ്ഥയുടെയും ബാക്കിയുള്ള ഈ കൊറോണ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലായാലും പുതിയ ഇതൊക്കെ വന്നപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആശങ്കയുണ്ട്. എന്നാലും അയ്യപ്പൻ സഹായിക്കും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നു. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ വെറുതെ കടയെടുത്താണ്. അങ്ങനത്തെ വ്യാപാരം നമുക്ക് കിട്ടിയിട്ടില്ല. ഈ വർഷം അയ്യപ്പൻ തരുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ വീണ്ടും കടയെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നത്. പ്രളയം, കോവിഡ്, സുപ്രീം കോടതി വിധിക്ക് പിന്നാലെയുണ്ടായ വിവാദം എന്നിവയെല്ലാം കച്ചവടക്കാർക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ഈ ഒരു പശ്ചാത്തലമാണ് വലിയ തുകയ്ക്ക് കടകൾ ലേലത്തിലെടുക്കുന്നതിൽ നിന്ന് വ്യാപാരികളെ ഇക്കുറി പിന്തിരിപ്പിച്ചതും. ലേലമുറപ്പിച്ച ചിലർ പണം അടച്ചതുമില്ല. നീലിമല വഴിയുള്ള പരമ്പരാഗത പാത വൈകാതെ തുറന്നേക്കും. മികച്ച തുകയ്ക്ക് ലേലം നടന്നില്ലെങ്കിൽ ഈ പാതയിലെ വ്യാപാര സ്ഥാപനങ്ങൾ സർക്കാർ നിയന്ത്രണത്തിലെ ഏജൻസികളെ ഏൽപ്പിക്കുന്ന കാര്യവും ദേവസ്വം ബോർഡിന്റെ പരിഗണനയിലുണ്ട്. ന്യൂസ് 18 സന്നിധാനം. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാട്ടുവർത്തമാനം പൂർണ്ണമാവുന്നു. നമസ്കാരം.